ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കിന് പോകാനായിട്ട് ഒന്നാമതേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഒരു ഫാൻസി ഷോപ്പിലേക്കാണ്. എന്താണെന്ന് വെച്ചാൽ പ്രതിയുടെ കുട്ടിയുടെ, അതായത് ദച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്കായിട്ട് ഗിഫ്റ്റ് വാങ്ങണം. അതായത് സ്കൂളിലേക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം, ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കണം, പിന്നെ ചോക്ലേറ്റ്സും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിന് വന്നതാണ്. അങ്ങനെ ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങി, പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു പെൻസിലും വാങ്ങി, പിന്നെ ടീച്ചറിന് ഒരു ചെറിയ സ്മോൾ ഗിഫ്റ്റ് വേറെ സെപ്പറേറ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജീനിയസ് സ്കൂളിലേക്ക് വന്നു. അപ്പോൾ എല്ലാ ഗിഫ്റ്റും നമ്മൾ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് മാമിനൊക്കെ കണ്ടു. പിന്നെ ദച്ചൂട്ടനും വന്നു കേട്ടോ. ദച്ചൂട്ടൻ മാത്രം നല്ല കളർ ഡ്രസ്സിൽ സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഒന്നാമത് മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് അവൻ പോയി. അപ്പോൾ ഞങ്ങൾ നേരെ അത് കഴിഞ്ഞ് വർക്കിലും പോയി. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടിക്ക് പണി കിട്ടി ഗൈസ്. പ്രതിയുടെ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സുസുക്കിയിൽ കൊണ്ട് കാണിച്ചു, ഓക്കെ ആക്കി തന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഷോപ്പിൽ ഒരു കടയിലെത്തി. അവിടെ നമ്മൾ പൊറോട്ടയും കടലക്കറിയാണ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് 5 മണിയൊക്കെ കഴിഞ്ഞപ്പം പ്രതിയുടെ വീട്ടിലും കൂടെ നമ്മൾ കയറി. പ്രതിയുടെ സ്വന്തം വീടാട്ടോ, അരിവയിലാണ് വീട്. അപ്പോൾ നമ്മൾ അവിടെ കയറി. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ പ്രതിയുടെ അമ്മ കുറേ ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ് കുറേ നട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ് ഈ പ്ലാന്റ്സിനോടൊന്നും താല്പര്യമില്ലാത്ത ആളായിരുന്നു. വിപിൻ ചേട്ടൻ്റെയും പിന്നെ പ്രതിയുടെയും വീട്ടിൽ ഫുൾ ഇങ്ങനെ ചെടികൾ കണ്ട് എനിക്കും ഇപ്പോൾ ഒരു ത്വര വന്നിരിക്കുകയാണ് ചെടികൾ നടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇവിടുന്ന് അമ്മ എനിക്ക് കുറച്ച് ചെടിയുടെ തണ്ടും തൈയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്കൊന്നും ആദ്യം ശ്രദ്ധിക്കുകയുണ്ടായിരുന്നില്ല, എന്താ ഇപ്പോൾ പ്ലാന്റ്സിൽ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈൻഡ് പോലും ആക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചു. ചായ, മുറുക്ക്, കാവറുത്തത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ പ്രതിയുടെ റൂമൊക്കെ എനിക്ക് കാട്ടി തന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ അത്രയുള്ളൂ ഗായ്സ്.